കോഴിക്കോട് കക്കയം 28 മൈലിൽ മരത്തിൽ രാജവെമ്പാല. റോഡരികിലുള്ള വലിയ മരത്തിലാണ് രാജവെമ്പാലയെ നാട്ടുകാർ കണ്ടത്. കക്കയം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രാജവെമ്പാലയെ പിടികൂടി. പാമ്പ് ചുറ്റിക്കിടന്നിരുന്ന മരം വെട്ടിമുറിച്ച് താഴോട്ടിറക്കാനുള്ള ശ്രമത്തിനിടെ പാമ്പ് മറ്റൊരു മരത്തിലേക്ക് ചാടി. കഠിന ശ്രമത്തിനൊടുവിലാണ് ഉദ്യോഗസ്ഥർ പാമ്പിനെ പിടികൂടിയത്. നല്ല വലിപ്പമുണ്ട്. ഏകദേശം 8-10 അടി, 10-15 അടി നീളം കാണും. ഞാൻ കാണുന്നുണ്ട്. പാമ്പുള്ളത് ഇപ്പതാ ഈ മരത്തിന്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുകയാണ്. പിടിച്ചു പറയണേ. ഇല്ലല്ല. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ചൂട് കൂടി വരുന്ന സാഹചര്യമാണ്. പലയിടത്തും വീടുകളിൽ നിന്നൊക്കെ പാമ്പിനെ പിടികൂടുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ രാജവെമ്പാലയെ പിടികൂടിയത്. അടുത്ത വീടുകളൊക്കെയുള്ള ഒരു പ്രദേശത്ത് നിന്നാണോ പിടികൂടിയത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? എന്തായാലും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഓരോ ദിവസങ്ങളിലും പാമ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പലയിടത്തും പാമ്പ് കൊത്തുകയും മരണപ്പെടുകയും ചെയ്യുന്ന വാർത്തകളും കേൾക്കുന്നു. ഒപ്പം ഈ പാമ്പിന്റെ കൊത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെയും ഉണ്ട്. എന്തായാലും ഇതൊരു വനമേഖലയോട് ചേർന്നുള്ള, അതായത് ഒരു വനപ്രദേശത്തോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഈ 28 മൈൽ ഭാഗത്ത് ഈ പാമ്പിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു വലിയ ജനവാസ കേന്ദ്രം ഒന്നും അല്ലെങ്കിൽ പോലും ഈ പാമ്പിനെ കണ്ടത് കൊണ്ട് ആളുകൾ വലിയ ഭയചകിതരായി. പ്രത്യേകിച്ചും ഈ വഴിയരികിലുള്ള ഒരു മരത്തിലാണ് ഈ പാമ്പിന്റെ സാന്നിധ്യം കണ്ടത്. അത് സാധാരണഗതിയിൽ കാണുന്ന വെള്ളിക്കെട്ടനോ മൂർഖനോ അണലിയോ ഒന്നുമല്ല, സാക്ഷാൽ രാജവെമ്പാലയെ തന്നെയാണ് കണ്ടത്. എന്തായാലും ഈ പാമ്പിനെ കണ്ടതോടുകൂടി തന്നെ ആളുകൾ വലിയ തോതിൽ ഈ മരത്തിന്റെ താഴ്ഭാഗത്തേക്ക് സംഘടിക്കുകയും അവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ കക്കയത്തു നിന്നും വിളിച്ചു വരുത്തുകയുമായിരുന്നു. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തി. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വരുന്ന സമയം അത്രയും ഇതിന്റെ താഴ്വശത്ത് നാട്ടുകാർ കാവൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് RRT സംഘം അവിടെ എത്തി. ഇതിൽ ഈ രാജവെമ്പാല ചുറ്റിക്കിടന്ന മരം വെട്ടിമുറിച്ച് താഴോട്ടിടാനുള്ള ഒരു ശ്രമമാണ് ഈ രക്ഷാപ്രവർത്തകരുടെ, അല്ലെങ്കിൽ ഈ പാമ്പിനെ അവിടെ നിന്നും മാറ്റാനുള്ളവരുടെ ഒരു ശ്രമം ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ശ്രമത്തിനിടെ പാമ്പ് മറ്റൊരു മരത്തിലേക്ക് എടുത്ത് ചാടുകയായിരുന്നു. പിന്നീട് ആ മരത്തിൽ നിന്നും തോണ്ടി താഴേക്ക് ഇടുകയും ആണ്. പിന്നീട് ഇതിനിടയിൽ കാട്ടിലേക്ക് ഓടിക്കയറാനുള്ള ഒരു ശ്രമമൊക്കെ ഈ രാജവെമ്പാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടായെങ്കിലും പിന്നീട് RRT സംഘങ്ങളിൽ ഒരാൾ വാലിൽ പിടിച്ച് പുറത്തേക്ക് റോഡിലേക്ക് കൊണ്ടുവരികയും പിന്നീട് കൂട്ടിലാക്കുകയുമാണ്. ഈ രാജവെമ്പാലയെ കാട്ടിനുള്ളിലേക്ക് തുറന്നുവിടും എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും കക്കയം വനമേഖലയിൽ ഒരുപാട് ഇത്തരത്തിലുള്ള ഉരഗ ജീവികൾ, രാജവെമ്പാല അടക്കമുള്ളവരുടെ സാന്നിധ്യമുണ്ട്. അത് വലിയൊരു അത്ഭുതമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ലെങ്കിലും വഴി അരികിനോട് ചേർന്നുള്ള ഒരു മരത്തിലാണ് ഈ പാമ്പുള്ളത്. ഒരുപക്ഷെ എന്തെങ്കിലും യാദൃശ്ചികവശാൽ അവിടെ ചെല്ലുന്ന ആളുകൾക്ക് വല്ലതൊക്കെ ആക്രമിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. എന്തായാലും രാജവെമ്പാല സാധാരണഗതിയിൽ വലിയ തോതിൽ ആക്രമിക്കുന്നതായി വിവരങ്ങൾ പുറത്തു വരാനില്ലെങ്കിൽ പോലും ആളുകൾ ഇത് കണ്ട് ഭയന്നാൽ പോലും വലിയ അപകടം വരാൻ സാധ്യതയുണ്ട്. കാരണം ഏറ്റവും അധികം വിഷമുള്ള ഇനങ്ങളിൽ പെടുന്ന ഒരു പാമ്പാണ് രാജവെമ്പാല. അതുകൊണ്ട് പലപ്പോഴും ഇത് കാണുമ്പോൾ തന്നെ എന്തെങ്കിലും അപകടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഹൃദയാഘാതം പോലെയുള്ളതിലേക്കൊക്കെ വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും ആളുകളുടെ ആശങ്കകൾ പൂർണ്ണമായി അകറ്റി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പാമ്പിനെ പിടികൂടി ഇപ്പോൾ കൂടിനകത്താക്കിയിരിക്കുന്നു. അതിന് കാട്ടിൽ കൊണ്ടുപോയി തുറന്നുവിടും. ശരി, MS അനീഷ് കുമാറാണ് കൂടുതൽ.
കോഴിക്കോട് പുറമേരിയിൽ ഇലക്ട്രിക് ലൈറ്റ് കടയിൽ വൻ തീപിടുത്തം. പുറമേരി സർവീസ് സഹകരണ ബാങ്കിന് സമീപത്തെ കടയിലാണ് തീപിടുത്തമുണ്ടായത്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി നമുക്ക് നോക്കാം. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, ഈ തീപിടുത്തം ഉണ്ടാകാനുണ്ടായ കാരണം അതെന്തായിരുന്നു എന്നതിൽ എന്തെങ്കിലും വ്യക്തത ലഭിക്കുന്നുണ്ടോ? ഈ കടയ്ക്കുള്ളിൽ ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ? തീപിടുത്തത്തിന്റെ കാരണങ്ങളെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായിട്ട് ചിത്രം ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ഷോർട്ട് സർക്യൂട്ട് അടക്കമുള്ളവയാകാം അപകടത്തിലേക്ക് നയിച്ചിരുന്നത്. പക്ഷേ അന്തരീക്ഷത്തിൽ ചൂട് കൂടി നിൽക്കുന്ന സാഹചര്യമാണ്. ഒരു ചെറിയ തീപ്പൊരി വീണാൽ പോലും വലിയ രീതിയിൽ അഞ്ഞ് കത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒരു ലൈറ്റ് കടയിലാണ്, ഇലക്ട്രിക്കൽ സാമഗ്രികളൊക്കെ വിൽക്കുന്ന തരത്തിലുള്ള ഒരു കടയിലാണ് തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ഇലക്ട്രിക്കൽ സാമഗ്രികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തീ വലിയ വേഗത്തിൽ ആഞ്ഞു പിടിക്കുന്ന ഒരു സാഹചര്യം. ഒപ്പം ഇതിനടുത്ത് തന്നെയാണ് പുറമേരി സർവീസ് സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നത്. സമീപത്ത് മറ്റ് കടകളും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നാദാപുരത്തു നിന്നുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ പെട്ടെന്ന് സ്ഥലത്തെത്തുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ നഷ്ടം സ്ഥാപനത്തിനുണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മറ്റിടങ്ങളിലേക്ക് കാര്യമായി വ്യാപിക്കുന്നത് തടഞ്ഞതുകൊണ്ട് തന്നെ വലിയ ഒരു നാശനഷ്ടം മറ്റു സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവുന്നത് തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.